കൊല്ലം അമൃത് കുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കുളത്തിൽ ഫിഷറീസ് വകുപ്പ് വളർത്താനിട്ടിരുന്ന ആയിരക്കണക്കിന് മീനുകളാണ് ചത്തത്. കുളത്തിൽ വിഷം കലക്കിയതാണെന്ന സംശയമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് ഫിഷറീസ് അധികൃതർ വ്യക്തമാക്കി. തീർച്ചയായിട്ടും ഇത് അന്വേഷണം മാത്രമല്ല, ഇതിനകത്ത് ഇത്രയും എനിക്ക് തോന്നുന്നു 4-5 കിലോ വരെ തൂക്കം വരുന്ന മീനുകളോട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ചത്ത് അടിഞ്ഞു പൊങ്ങുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക കാരണം എന്തെങ്കിലും ഇല്ലാതെ സംഭവിക്കില്ല. ഞാനിവിടെ എക്സ്റ്റൻഷൻ ഓഫ് ഫിഷറീസിന്റെ ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊരു പ്രതിഭാസം പെട്ടെന്ന് വെയിലിന് ശേഷം ഉണ്ടാകുന്ന മഴയ്ക്ക് ഉണ്ടാവാറുണ്ട്. ആ മഴയോടനുബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. ഒന്നാമത് ഇതിനകത്തുനിന്ന് കുറേ നേരത്തെ തന്നെ ഇതിനകത്തുനിന്ന് കുറേ മീനെ നീക്കം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു കാരണം പറയുന്നത്. ഇതിൽ അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ഇത് നമുക്ക് ഇവിടെ നിന്ന് വൃത്തിയാക്കി, ഈ കുളം വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ ഈ പരിസര വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പെട്ടെന്നാണ് ഇന്നലെയാണ് ഒന്നിച്ച് ഈ മത്സ്യങ്ങളെല്ലാം ചത്തുപൊങ്ങാൻ ഇടവരുകയും ഇതെങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി ആരെങ്കിലും പോയിസൺ കലർത്തിയതാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഈ സന്ധ്യയെ കഴിഞ്ഞാൽ അവിടെ സാമൂഹിക വിരുദ്ധരുടെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു ഏരിയയും കൂടാണ്. എല്ലാ മാസം അവസാനം ഈ പ്രദേശത്തിലെല്ലാം ഒത്തുകൂടി ഒരു കലാസംഘടനയുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അത് ബ്രേക്ക് ആയതിനു ശേഷമാണ് ഈ അമൃതകുളം ഇങ്ങനെ സാമൂഹിക വിരുദ്ധരുടെ ഒരു വലിയൊരു ഏരിയ ആയിട്ട് മാറുകയും ഈ കുളം മൊത്തം ഒരുപാട് കുപ്പികളും അതിൻ്റെ വേസ്റ്റുകളെല്ലാം കൊണ്ട് കുളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണം എല്ലാ കാര്യത്തിലും മാത്രമേ നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എന്താണ് ആരെങ്കിലും വിഷം കലക്കിയതാണെന്ന സംശയം ഉയരാൻ കാരണം? ദിവ്യ, ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ അമൃത് കുളം എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ ഈ മീനുകൾ കൂട്ടത്തോടെ അടുത്തിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതാണ് നാട്ടുകാരൊരു സംശയമായി പറയുന്നത്. പല സാമൂഹ്യ വിരുദ്ധരും വൈകുന്നേര സമയങ്ങളിൽ ഈ കുളത്തിന് ചുറ്റും വന്നിരുന്ന് മദ്യപിക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു സംശയമായി പറയുന്നത്. പക്ഷേ കോർപ്പറേഷനും ഒപ്പം തന്നെ ഈ ഫിഷറീസ് വകുപ്പിന്റെ അധികൃതരുമെല്ലാം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രാഥമികമായി അത്തരത്തിൽ വിഷം കലർത്തിയതായിട്ട് അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം, ഈ വെള്ളത്തിൽ അമോണിയയുടെ അളവ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായ മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനെന്തെങ്കിലും കാരണമായോ എന്നുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. കോർപ്പറേഷനും ഇത് വളരെ ഗൗരവമായി തന്നെ കണ്ടിട്ടുണ്ട്. കാരണം ഫിഷറീസ് വകുപ്പ് വളർത്താനിട്ടിരുന്ന ആയിരക്കണക്കിന് മീനുകളാണ് ഈ കുളത്തിലുണ്ടായിരുന്നത്. അവയെല്ലാം തന്നെ കൂട്ടത്തോട് ചത്തുപൊങ്ങുകയും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ ഇപ്പോൾ അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് ചത്ത മീനുകളെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പ് ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട്, വെള്ളത്തിന്റെയും മീനുകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. ശരി, യെസ്, എന്തുകൊണ്ടാകാം മീനുകൾ ചത്തുപൊങ്ങിയത് എന്ന് കണ്ടെത്താനുള്ള പരിശോധനയിലേക്ക് എന്തായാലും കോർപ്പറേഷൻ കടന്നിട്ടുണ്ട്. ലിജോയാണ് വിവരങ്ങൾ നൽകിയത്.